السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. قال الله عز وجل: من جاءه الموت وهو يطلب العلم ليحيي به الإسلام كان بينه وبين الأنبياء في الجنة درجة واحدة. صدق رسول الله. كل امرئ مصبح في أهله والموت أدنى من شراك نعله. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വന്യരായ ശൈഖുന ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ലത്തീഫ് അഹ്സനി ഉസ്താദ് അവർകൾ, നമ്മുടെ മഹലിൻ്റെ നേതൃത്വം ഖത്തീബ് ഉസ്താദ് അവർകൾ, നമ്മുടെ മഹലിൻ്റെ മുത്തവല്ലി ഷൂറ മെമ്പർമാർ, ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, സാദാത്തുക്കൾ, അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടിയത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരു സംഗമം നമ്മളൊരിക്കലും ആഗ്രഹിച്ചതല്ല. ഇങ്ങനൊരു സംഗമത്തിനൊരിക്കലും നമ്മൾ താല്പര്യപ്പെട്ടതല്ല. ഒരിക്കലും ഉസ്താദിൻ്റെയും ഞങ്ങളുടെയും മനസ്സ് പാകപ്പെട്ട അവസ്ഥയിലും അല്ല. ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് ഒന്നരായ ഉസ്താദിനെ ഫോണിൽ വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ ഉസ്താദ് കരയുകയാണ് ചെയ്തിരുന്നത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് മുമ്പേ നടന്നുപോയ പ്രിയ കൂട്ടുകാർ, മർഹൂം ഫഹദ് മുസ്ലിയാർ, മർഹൂം ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, മർഹൂം ഉസ്മാൻ മുസ്ലിയാർ, അവരുടെ ദർജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. രോഗശയ്യയിൽ കിടക്കുന്ന അബ്ബാസ് മുസ്ലിയാർ, സർജാസ് മുസ്ലിയാർ, പെടുന്നനെ തന്നെ അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. ആ മുഖങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണം എന്നത് ഏതൊരാൾക്കും സംഭവിക്കാനുള്ളതാണ്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളെ കൊണ്ടും ഒരുപാട് പ്രതീക്ഷകളെ കൊണ്ടും നമ്മൾ ഈ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഈ മരണപ്പെട്ട നമ്മൾ നിന്ന് വിട പറഞ്ഞ മക്കളുടെയും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിട്ടുണ്ട്, താല്പര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങളൊന്നും. നമ്മൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഖളാ അത് എങ്ങനെ സംഭവിക്കുന്നോ അത് തീർച്ചയായും അതുപോലെ നടക്കും. നമ്മൾ താല്പര്യപ്പെട്ടതുപോലെയായിരിക്കില്ല. ആ വിധത്തിൽ റബ്ബിൻ്റെ ഖളാ സംഭവിച്ചു. നമ്മിൽ നിന്ന് നേരത്തെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ വിട പറഞ്ഞു. ആ ഉമ്മാക്കും ആ ഉപ്പാക്കും കുടുംബങ്ങൾക്കും റബ്ബേ നീ ക്ഷമപ്രദാനം ചൊരിയണേ അല്ലാ. നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി ആ മക്കളെ നീ പരിഗണിക്കണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത്തരം സദസ്സുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് മരണമെന്ന ചിന്തയാണ്. ഏതൊരു മനുഷ്യൻ്റെയും പ്രവർത്തനം നന്മയിലേക്കാക്കാനുള്ളൊരു മാർഗമാണ് മരണത്തെ ഓർക്കുക എന്നുള്ളത്. അക്സിറൂ ദിക്റൽ മൗത്ത്, നിങ്ങൾ മരണത്തെ ഓർക്കുന്നവരായി ജീവിക്കുക എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ശരീരവും മരണത്തെ രുചിച്ചിട്ടല്ലാതെ ഏത് ശരീരവും ഇവിടെ ഭൂമിയിൽ ജനിച്ചോ അവർ മരണത്തെ നേരിടുക തന്നെ ചെയ്യും. അങ്ങനെ ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിഅഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഹയ്യൻ വബാഖിയാ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ജനിച്ചതാരുണ്ടോ അവരെല്ലാം ഒരു ദിവസം ഇവിടെ നിന്ന് മരണപ്പെടാനുള്ളതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മരിക്കുന്ന ആള് ഇൽമുമായി ബന്ധപ്പെട്ട ആളാണെങ്കിലോ നമ്മുടെ ഈ പറയപ്പെട്ട സുഹൃത്തുക്കൾ മീസാൻ മുതൽ സ്വഹീഹുൽ ബുഖാരിയാണ് ആ മക്കൾ ഓതുന്നത്. അതുവരെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിക്ഷണത്തിലാണ് വളരുന്നത്. ഉസ്താദിന്റെ ദർസി സിസ്റ്റം തന്നെ, ആ പഴയ തലക്കടത്തൂരിന്റെ ചരിത്രം തന്നെ പണ്ഡിത വളർച്ചയ്ക്ക് വിളക്കൂറുള്ള മണ്ണാണല്ലോ തലക്കടത്തൂർ. ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാരെ സ്മരിക്കാതെ നമുക്ക് തലക്കടത്തൂരിൽ ഒരു വാക്കും പറയാൻ കഴിയില്ല. ആ കാലം മുതലേ ധാരാളം പണ്ഡിതന്മാർ വളർന്നു വന്ന, പണ്ഡിതന്മാർക്ക് വെളുക്കൂറുള്ള മണ്ണായ തലക്കടത്തൂരിൽ 10 വർഷത്തിലേറെയായി വന്യരായ ഉസ്താദ് ആ പഴയ ശൈലിയിൽ തന്നെ ഒട്ടും പഴമക്കൊരു തോട്ടവും വരാതെ ദർസ് നിലനിൽക്കുന്നു. അതോടൊപ്പം സമകാലികമായി സാഹചര്യത്തിനനുസരിച്ച് ഭൗതികമായ വിജ്ഞാനങ്ങൾ +1ഉം +2ഉം അത് തന്നെ സയൻസും എല്ലാ ഭാഷകളും, ഉറുദുവും അറബിയും ഇംഗ്ലീഷും എല്ലാ ഭാഷകളും മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ തലക്കടത്തൂർ ദർസിൽ. അല്ലാഹു തആല അത് ദീർഘകാലം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മുമ്പേ നേരത്തെ നമ്മിൽ നിന്ന് മറഞ്ഞുപോയ ആ 3 മക്കളുടെ രക്ഷിതാക്കൾക്ക് സമാധാനമുണ്ട്. എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, മൻ ജാഅഹുൽ മൗത്ത് വഹുവ യത്ലുബുൽ ഇൽമ. ഒരാൾ മരണപ്പെട്ടു, അവൻ തന്നെ ഇൽമുമായി ബന്ധപ്പെടുന്ന, ഇൽമു പഠിക്കുന്ന അവസ്ഥയിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ലിയുഹയ്യ ബിഹിൽ ഇസ്ലാമു കാന ബൈനഹു വബൈനൽ അംബിയാഇ ഫിൽ ജന്നത്തി ദറജ. അവനും അംബിയാക്കളോട് സമന്മാരായി കൊണ്ടാണ്, അംബിയാക്കളോട് ചേർന്നുകൊണ്ടാണ്, ആ ഇൽമിലായിക്കൊണ്ട് ഇൽമു പഠിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ട മക്കൾ എന്ന് പറയുമ്പോൾ ആ മരണപ്പെട്ട മക്കൾക്ക് അത് അനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് സമാധാനിക്കാം. മാത്രമല്ല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു ഇൽമു പഠിക്കുന്ന അവസ്ഥയിൽ ഒരു മകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ശുഹദാക്കളോട് കൂടെയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു പഠിക്കുന്ന അവസ്ഥയിൽ ഒരു കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ശുഹദാക്കളോട് കൂടെയാണ്. വലിയ സ്ഥാനമല്ലേ ലഭിക്കുന്നത്. എന്താണ് ഒരു മുതഅല്ലിമ് ഇൽമു പഠിക്കാൻ വേണ്ടി പോയാൽ സുബ്ഹാനല്ലാഹ് രക്ഷിതാക്കൾക്ക് കിട്ടുന്നത്? നാളെ മരിച്ചു ചെന്നാൽ പ്രത്യേകമായ പ്രകാശിക്കുന്നതായ കിരീടങ്ങളാണ് ആ മുതഅല്ലിമിന്റെ രക്ഷിതാക്കൾക്ക് നൽകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, അന്ന ത്വരീഖം ഫീ റിയാദിസ് ബിയാനി മിൻ അഹമ്മിൽ ഉമൂരി വ ഔഖദിഹാ. ഒരു മക്കൾ ജനിച്ച് ആ മക്കളെ വളർത്തുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു പ്രയത്നമാണ്, കഠിനമായ പ്രവർത്തനങ്ങളാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ റബ്ബ് നമ്മളോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. വസ്സുബിയാനു അമാനത്തുൻ ലിവാലിദൈ. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അത് മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുക്കൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. അഹഫിള അം ലയ്യഅ. ആ മകൻക്ക് അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചോ? ആ മകനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതായ വിജ്ഞാനങ്ങൾ നൽകിയോ എന്ന് റബ്ബ് നാളെ ചോദ്യം ചെയ്യുമ്പോൾ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്, എൻ്റെ മക്കളിൽ എത്ര പേര് ആലിമീങ്ങളുണ്ട്, അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്ന എത്ര മക്കളുണ്ട്. ഈ മരണപ്പെട്ട മക്കളുടെ രക്ഷിതാക്കൾക്ക് സമാധാനിക്കാം. അവർ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ ആ മക്കളുടെ കളിയും ചിരിയും അവരുടെ ഉത്സാഹങ്ങളും കണ്ടു വളർന്ന് അവർ പ്രായമെത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്.
ഇത് റബീഉൽ ആഖിർ മാസമല്ലേ? ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ ഉമ്മ വാപ്പ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടപ്പോ ആ ഉമ്മയുടെ കാൽക്കൽ വന്നുകൊണ്ട് മോൻ പറയുന്നു, ഉമ്മ എനിക്ക് അല്ലാഹുവിന്റെ ദീന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ ഒരിക്കലും ചിന്തിച്ചില്ല എനിക്ക് ഇവിടെ അമ്പരചുംബരികളായ കെട്ടിടങ്ങൾ എങ്ങനെ ഞാൻ നിർമ്മിക്കും, അതുപോലെ തന്നെ സൗകര്യങ്ങൾ എങ്ങനെ എനിക്ക് ലഭിക്കും, അതുപോലെ തന്നെ ദുനിയാവിന്റെ സുഖാലോപത സുഖങ്ങളൊന്നും ആ ഉമ്മ ചിന്തിച്ചില്ല. ആ ഉമ്മ വാപ്പ മകൻക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളതായ 80 ദീനാറ് ഒന്ന് ജീലാനി തങ്ങൾക്കും മറ്റൊരു 40 ദീനാറ് സഹോദരനും ആ 40 ദീനാറ് കൊടുത്തുകൊണ്ട് മകനെ പറഞ്ഞയക്കുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു കാണുമെന്ന പ്രതീക്ഷയിലല്ല ആ മകനെ അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. അതിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയവരാണ്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിജ്ഞാനമുള്ളവർ അതുപോലെ വിജ്ഞാനമില്ലാത്തവരെ അവരൊരിക്കലും സമന്മാരല്ലല്ലോ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ യഥാവിധം മനസ്സിലാക്കുന്നത്, അല്ലാഹുവിനെ യഥാവിധത്തിൽ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമുക്ക് ഈമാനിക വർധനവ് ലഭിക്കുന്നത്. അത് ഉലമായിന് മാത്രമാണെന്ന് പറയുമ്പോൾ ആ വിജ്ഞാനത്തിന്റെ മധുനുകരാൻ വേണ്ടി ജീലാനി തങ്ങളുടെ ഉമ്മ ജീലാനി തങ്ങളെ പറഞ്ഞേക്കുമ്പോ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ 33 വർഷമാണ് ദീന് പഠിക്കാൻ വേണ്ടി കറങ്ങി നടന്നത്. തൻ്റെ 33 വർഷവും അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ സമയം മാറ്റിവെച്ചെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഉമ്മമാര് മരണപ്പെട്ട ഫഹദ് മുസ്ലിയാരുടെയും ഷാഹുൽ ഹമീദിന്റെയും അതുപോലെ ഉസ്മാൻ മുസ്ലിയാരുടെയും ആ ഉമ്മയും വാപ്പയും എടുത്ത തീരുമാനം എത്ര ഭാഗ്യകരമാണ്. നമുക്ക് വേദനയുണ്ട്, സങ്കടമുണ്ട്, പക്ഷേ നാളെ ഉലമാഇന് ശഫാഅത്തിന്റെ അർഹതയുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ഉമ്മമാർക്ക് എത്ര ഭാഗ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നാളെ ഈ ലോകത്തെ കോടാനക്കോടികൾ തന്നതുകൊണ്ട് നമുക്കതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ നാളെ നാം മരിച്ചു കിടക്കുമ്പോ നമ്മുടെ ഖബറരികിൽ വരുന്ന മക്കള്, അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ തന്നെ നമ്മൾ കൈപിടിക്കാൻ പോയ മക്കളുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം ഈ ലോകത്ത് മറ്റെന്ത് കിട്ടാനാണ്. നമ്മുടെ മക്കളെ വളർത്തുമ്പോ അവർക്ക് ദീനിയായ അറിവ് കൊടുത്ത് നമ്മൾ വളർത്തണം. ഭൗതികത പലതും നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ പലതും യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ഇവിടെ പലതും നമുക്ക് ലഭിക്കാനുണ്ട്. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പലതും നേടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യവും രാജ്യാതിർത്തിയും വിട്ടുകടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരു മനുഷ്യനിൽ അല്ലാഹു തആല നന്മ വിധിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു തആല ദീനിൽ അവനെ പണ്ഡിതനാക്കുമെന്നാണ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത്, അല്ലാഹു തആല ഒരാളിൽ ഖൈർ വിധിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ പണ്ഡിതനാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളതാരാ? ശഫീഉനാ റസൂലുള്ളാഹി. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ്. മൈക്കൽ എച്ച് എന്ന് പറയുന്ന മനുഷ്യൻ ചരിത്രങ്ങൾ പഠനം നടത്തിയതിലും ഒന്നാമത് രേഖപ്പെടുത്തിയത് ശഫീഉനാ റസൂലുള്ളാഹി. ആ ഒന്നാമതെത്തി നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം ഒന്നാം സ്ഥാനത്തായിരിക്കും. അവിടുന്ന് പറയുന്നു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, എന്നെ അധ്യാപകനായിട്ടാണ് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. വിജ്ഞാനങ്ങൾ നുകരുക എന്നുള്ളത് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 37ാമത്തെ വയസ്സിലാണല്ലോ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ കൂടെ കൂടുന്നത്. അതുമുതൽ ജീവിതം മുഴുവൻ ഇൽമിന് വേണ്ടിയിട്ടായിരുന്നു അവർ ചെലവഴിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം 3, 4, 5 വർഷം കൊണ്ട് തീർക്കേണ്ട കാര്യമല്ല. നമ്മുടെ മക്കൾ ഇൽമു പഠിക്കുന്നുണ്ടെങ്കിൽ അവർ എത്ര കാലം പഠിക്കുന്നോ അതിൻ്റെ മഹത്വം ആ ഉമ്മമാർക്കും ഉപ്പമാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചരിത്രം കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ഒരു ഖബർസ്ഥാനിൽ ആളുകളെല്ലാം ഖബറിന് പുറത്തു വന്നുകൊണ്ട് ചെറിയ മുത്തുകൾ ഇങ്ങനെ പെറുക്കിയെടുക്കുന്നു. ഒരു മനുഷ്യൻ അതൊന്നും ചെയ്യുന്നില്ല. ആ മനുഷ്യനോട് പോയി, എന്താണ് നിങ്ങളൊന്നും പെറുക്കിയെടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ
ആ മനുഷ്യൻ പറഞ്ഞു, ഈ എടുക്കുന്ന മുത്തുകൾ അവരുടെ കുടുംബങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത ഖൈറാത്തുകളാണ്, അത് മുത്തുകളായി വന്ന് അതവർ പെറുക്കിയെടുക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞത്, എനിക്കൊരു ആലിമായ, എനിക്കൊരു ഹാഫിളായ മകനുണ്ട്, ആ മകൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ സവാബ് എനിക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കളിൽ ഒരു ആലിമുണ്ടായാൽ ആ ആലിമ് ദർസ് നടത്തുമ്പോൾ, ആ ആലിമ് മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എത്രയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളിയിൽ ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ്, ഇന്ന് അവിടെ നിന്ന് കിടക്കുന്ന മണ്ണിന് എന്തൊരു പൊൻതരിയാണ്. ഇന്ന് ലോകത്ത് എത്ര ആയിരങ്ങളാണ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലുത് എന്താണ് നമുക്ക് ഈ ലോകത്ത് കിട്ടാനുള്ളത്? പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുക. ഞാൻ അത്ഭുതപ്പെടുകയാണ്. വന്യരായ ശൈഖുനാ ഉസ്താദിന്റെ ദർസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉസ്താദിന്റെ ആത്മാർത്ഥത എത്രയാണ്. ഈ മക്കൾ മരണപ്പെട്ട സമയം മുതലേ ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ആ സ്ഥലത്തെത്തി. 100ഓളം വരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴിൽ നിന്ന് പഠിച്ച് ബിരുദധാരികൾ പലയിടങ്ങളിലും ഖതീബുമാരായും മുദരിസുമാരായും സ്ഥാപനങ്ങളിൽ മുദരിസുമാരായും നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ ദീനി ചൈതന്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ എല്ലാവരും ഓടിയെത്തി ഉസ്താദിന്റെ ആ മനോവിഷമം മനസ്സിലാക്കി. ആ സമയത്ത് ഉസ്താദിന്റെ അവസ്ഥ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, യാഥാർത്ഥ്യമാണ്. ഉസ്താദ് മൊബൈൽ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പലരുടെയും വിളികൾ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഉസ്താദിന് ആരോടും ഒന്നും സംസാരിക്കാൻ വഴിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ പരാമർശിച്ച നമ്മളെ തലക്കടുത്തൂർ മഹലിന്റെ കാരണവന്മാര്, നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാവരും ഉടനെ തന്നെ MKH ഹോസ്പിറ്റലുകളെല്ലാം എത്തി അവരവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അവസാനം രാത്രി അർദ്ധരാത്രികളിൽ അവർ ഞങ്ങളോട് പോകാൻ പറയുകയാണ്, നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ ഇവിടെയുണ്ട്. എത്ര ആത്മാർത്ഥതയിലാണ് നമ്മുടെ തലക്കടുത്തൂരിലെ യുവാക്കള്, തലക്കടുത്തൂരിലെ കാരണവന്മാര് നമ്മുടെ ദർസിനെയും ഈ സംഘത്തെയും ചേർത്ത് പിടിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി അവരുടെ ആത്മാർത്ഥത കണ്ടപ്പോ. അവരെല്ലാവരും ഒത്തൊരുമയോടെ ഈ നമ്മുടെ മക്കളുടെ വിഷയങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അവരുടെ ചികിത്സയുടെ ചെലവിലേക്ക് അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലേക്കൊക്കെ അവർ എത്രമാത്രം ആത്മാർത്ഥതയിലാണ് കാര്യങ്ങൾ ചെയ്തത്. അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുതഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കളെ, നമ്മളൊരിക്കലും പഴിച്ചിട്ടില്ല, നമ്മളൊരിക്കലും നമ്മൾ വേണ്ടാത്തൊരു രൂപത്തിലായി പോയിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഉതഖാഇല്ലാ ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ. ഇവിടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉപ്പമാരുണ്ടാകും, മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രം കൊടുക്കുന്നവരുണ്ടാകും, മുതഅല്ലിമീങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നവരുണ്ടാകും. ഒരു മനുഷ്യന് ആ മനുഷ്യനെ നാളെ ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നാളെ മഹ്ശറയിലെത്തുമ്പോൾ ആ മനുഷ്യന്റെ നന്മ തിന്മകളെ അതാ നമ്മൾ സമാസമായി നിൽക്കുമ്പോൾ ആ മനുഷ്യനെ നരകത്തിലേക്കുള്ള സാധ്യത വരുമ്പോൾ അല്ലാഹു തആല മലക്കിനെ അയച്ചുകൊണ്ട് ചോദിക്കുന്നു, ആ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഇൽമു പഠിച്ചിട്ടുണ്ടോ, ഇൽമു നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ആ മനുഷ്യൻ പറയുന്നു, ഇല്ല, ഞാൻ ഇൽമു പഠിച്ചിട്ടില്ല. നിർത്തുന്നില്ല, വീണ്ടും ചോദിക്കുന്നു, ഒരു ആലിമിനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയുന്നു, ഇല്ല, ഞാനൊരു ആലിമിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. വീണ്ടും ചോദിക്കുന്നു, നിങ്ങളെ കുടുംബത്തിൽ ഒരു ആലിമുണ്ടോ? ഇല്ല. വീണ്ടും ചോദ്യം വരുന്നു, ആലിമ് നിങ്ങൾ അയൽവാസിയായിട്ട് എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. വീണ്ടും ചോദിക്കുന്നു, ഒരു ആലിമിനെ സ്നേഹിച്ചവനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയുന്നു, അതെ, ഒരു ആലിമിനെ സ്നേഹിച്ചവനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കൂ. എൻ്റെ ചെലവ് കൊടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, മുതഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കളെ, നമ്മൾ ഒരിക്കലും പഴിച്ചിട്ടില്ല. ഇതാണ് നമുക്ക് ഏറ്റവും വലിയത്. നാളെ മഹ്ശറയിലെത്തുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കൈപിടിക്കാൻ വരുമ്പോൾ എത്രത്തോളം ഭാഗ്യമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു ആലിമിന് ഒരു കീറ കടലാസ് കൊടുത്തുകൊണ്ടോ പൊട്ടിയ പേന കൊടുത്തു
കൊണ്ടോ സഹായിച്ചാൽ കഅബ നിർമ്മിച്ച കൂലിയുണ്ടെന്നും പർവ്വതത്തോളം വരുന്ന കൂലിയുണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. മുതഅല്ലിമിനെ സ്നേഹിക്കുന്നവർ അൽഹംദുലില്ലാഹ് തലക്കടത്തൂരിലെ പലരും അവരുടെ വീടുകളിൽ വല്ല പരിപാടികൾ വരുമ്പോൾ മുതഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാറുണ്ട്, മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രം നൽകാറുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ന് 10 മുതഅല്ലിമീങ്ങളുള്ള ദർസാണെങ്കിലും ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടാകുമ്പോൾ 150 മുതഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ വീടുകളിലേക്ക് അവർ ഭക്ഷണത്തിന് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഇത് പറയുമ്പോൾ അത്ഭുതത്തോടുകൂടെയാണ് അവർ കേൾക്കാറുള്ളത്. അല്ലാഹു തആല ഈ നാടിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ, സഹായിക്കുന്നവർക്ക് റബ്ബ് ഇരു ലോകത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നിന്ന്, ഈ സൗകര്യങ്ങളും സുഖങ്ങളും ആഡംബരങ്ങളെല്ലാം നിന്ന് നമ്മളും ഒരു ദിവസം പോകാനുള്ളവരാണ്. ഞാൻ നിർത്തുകയാണ്. ഉസ്താദുമാരുടെ സംസാരം ഉണ്ടായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ. നാളെ നമ്മൾ മഹ്ശറയിലെത്തുമ്പോൾ നമ്മൾ വെച്ച കാല് നമുക്ക് മുമ്പോട്ട് വെക്കണമെങ്കിൽ 5 കടമ്പകൾ കടക്കണം. നമ്മുടെ ഉംറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മുടെ മക്കള്, നമ്മുടെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അവർ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറയാൻ വേണ്ടി, മദ്ഹ് പാടാൻ വേണ്ടി അവരതാ യാത്ര തിരിച്ചു. അവരുടെ യുവത്വത്തിൻ്റെ സമയങ്ങൾ മുഴുവനും അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ചെലവഴിച്ചു, അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാൻ ചെലവഴിച്ചു. ഒരു ഉസ്താദിൻ്റെ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ഒരു ഉസ്താദിൻ്റെ കീഴിലായി പഠിക്കാൻ അവരുടെ യുവത്വം മുഴുവൻ ചെലവഴിച്ചു. ആ രൂപത്തിൽ ആ മക്കൾ ഇവിടെ പറഞ്ഞെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടൊരു സംഭവം, റമദാൻ മാസത്തിൽ മുസ്ലിം പേരുള്ള ചെറുപ്പക്കാര് എറണാകുളത്തേക്ക് ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പുറപ്പെടുകയും ആ യാത്രയിൽ ആക്സിഡന്റായി മരിക്കുകയും ചെയ്തു. ആ മക്കൾ അവസാനം ചെയ്ത അമൽ എന്താണ്? ഈ മുതഅല്ലിമീങ്ങള്, ദീനുമായി ബന്ധപ്പെടുന്ന കുട്ടികള്, അവരെപ്പോഴും മധുവുമായിട്ട്, അവരെപ്പോഴും ഖുർആനിന്റെ കാര്യങ്ങളുമായിട്ട്, ഇൽമിന്റെ കാര്യങ്ങളായിട്ട്, ദർസിന്റെ കാര്യങ്ങളായിട്ട്, ഉസ്താദിന്റെ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ശുഗലാകുന്ന മക്കളാണ്. ആ രൂപത്തിൽ തന്നെയാണ് അവർ. ഷിആറിനൊരു കോട്ടവുമില്ല, നല്ല താടി വെച്ച്, നല്ല തലപ്പാവ് വെച്ച് ഫഹദ് മുസ്ലിയാരുടെ ഉമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഉസ്താദിന്റെ കൂടെ മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോ ഡോക്ടർമാർ താടി വെട്ടണമെന്ന് പറഞ്ഞപ്പോ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഫഹദ് മുസ്ലിയാരെ കണ്ണീരൊഴുക്കി എന്ന് പറയുമ്പോ താടി വെട്ട, ആ രോഗശയ്യയിൽ മരണത്തോട് മല്ലിടുന്ന സമയത്തും താടി വെട്ടാൻ അനുവദിക്കാത്ത ഈ ഒരു ആദർശ മൂല്യം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് ഈ മക്കൾ നേടിയെടുത്തെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ ആലിമീങ്ങളാകണം, ഈ ദീനിന്റെ കാവൽ ഭടന്മാരാകണം, ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്നവരാകണം. അതിന് എല്ലാ വെളവും അന്നവും, അതിന് എല്ലാം വായുവും, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്ന നമ്മുടെ മുതവല്ലി, നമ്മുടെ ശൂറ മെമ്പർമാരെ, ഈ തലക്കടത്തൂര് നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞാൻ ഇവിടെ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അവരെ ഉംറ മുഴുവൻ ചെലവഴിച്ചത് അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു ദിവസം മരിച്ചു പോകാനുള്ളവരാണ്. നമ്മൾ എത്ര ആരോഗ്യമുള്ളവരായാലും, എത്ര സമ്പത്തുള്ളവരായാലും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കാനുള്ളവരാണ്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതീൻ വകം മിൻ സഖീമിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്രയോ ആരോഗ്യമുള്ളവര്, ഞാൻ ഇന്നും നാളെയൊന്നും മരിക്കൂല എന്ന് കരുതിയവര് എത്രയോ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ലോകം തന്നെ അടക്കി ഭരിച്ചവര് എല്ലാം എൻ്റെ കൈകളിലാണെന്ന് പറഞ്ഞ ഫിർഔനിനെ പോലോത്തവരെല്ലാം അല്ലാഹു തആല ഈ ലോകത്ത് നിന്ന് അവരെല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. വകം മിൻ ഫതമി യുംസി വയുസ്ബിഹു ളാഹികാ വഖദ് നൂസിജത് അക്ഫാ വഹുവ ലാ യദ്രി.
നമ്മളെ എത്രയോ രോഗികളായ ആളുകള് നമ്മൾ കരുതും നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കും. ഒരു പക്ഷെ അവർ കാലങ്ങളോളം ജീവിച്ചിട്ടുണ്ട്, ആരോഗ്യമുള്ളവർ പെടുന്നതിനെ മരിച്ചു പോയിട്ടുമുണ്ട്. എന്നാൽ നമുക്കൊക്കെ മറവ് ചെയ്യാനുള്ള, നമ്മയൊക്കെ ഭൂമിയുടെ ഉള്ളിലേക്ക് വെക്കാനുള്ള, നമുക്ക് വേണ്ടിയുള്ള കഫൻപുട തലക്കൊടത്തൂരിലോ തിരൂരിലോ കടകളിൽ അതെത്തിയിട്ടുണ്ടാകും. നമ്മളതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ സംഘമായി വന്നാലും ഉസ്മാൻ മുസ്ലിയാരും അതുപോലെ തന്നെ നേരത്തെ ഉസ്താദിന്റെ ദർസിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ അർഷാദ് മുസ്ലിയാര്, അജ്മൽ മുസ്ലിയാര് താന്നൂര്, ഫൈസൽ മുസ്ലിയാര് പള്ളിക്കൽ ബസാർ, അഷ്റഫ് മുസ്ലിയാര് കൊടിഞ്ഞി, അവരെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായവരാണ്. എത്രയാണ് ഉസ്താദ് സഹിച്ചിട്ടുള്ളത്, ഈ മക്കളെ എത്രത്തോളമാണ് ഉസ്താദ് സ്നേഹിക്കുന്നത്, പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെയെങ്കിലും ദീർഘനേരം യാത്ര കഴിഞ്ഞ് പള്ളിയിലെത്തിയാൽ 5 മിനിറ്റ് ബാങ്ക് വിളിക്കാനുണ്ടാവുകയുള്ളൂ. ആ സമയത്ത് ഉസ്താദ് സബക്ക് വിളിക്കും. ആ സമയത്ത് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ സമയത്ത് എന്തിനാണ് സബക്ക് വിളിക്കുന്നത് എന്ന്. ഒരു സമയം പോലും മുത്തഅല്ലിമിന്റെ ഒരു സമയം പോലും കളയാതെ, മുത്തഅല്ലിമിന്റെ ഒരു സമയം പോലും വേസ്റ്റാക്കാതെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ മാർഗത്തിൽ വേണ്ടി ചെലവഴിക്കാൻ ഉസ്താദ് ചെയ്ത കഠിനാധ്വാനം എത്രയാണ്. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഈ രൂപത്തിലാകുമ്പോൾ ആ മക്കൾ വിട പറയുമ്പോഴുള്ള വേദന എത്രയാണ്. അത് അലങ്കരിക്കാൻ കഴിയില്ല, അത് പറയാനോ അതിന് അതിർവരമ്പുകൾ പറയാനോ സാധിക്കില്ല. അല്ലാഹു തആല ഈ വലിയ ബലായിൽ ക്ഷമിക്കുന്നതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ വലിയ മുസീബത്തിൽ ക്ഷമിച്ച ആ മക്കളുടെ ഉമ്മമാര്, അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. ഇത്രയും ആലിമീങ്ങള്, ഇത്രയും മുതഅല്ലിമീങ്ങള്, ഇത്രയും സാദാത്തുക്കള് ഇവിടെ ഒരുമിച്ച് കൂടി ആ മക്കൾക്ക് വേണ്ടി കരമുയർത്തുമ്പോ റബ്ബൊരിക്കലും അത് തട്ടൂല, ഹബീബായ തങ്ങൾ ഒരിക്കലും തട്ടൂല. കാരണം അവരവസാനം ചെയ്ത അമൽ മുത്തുനബിയുടെ മദ്ഹ് പറയാൻ പോയതാണ്. ആ മക്കളെ മുത്തുനബി നോക്കാതിരിക്കൂല, ആ മുത്തുനബി അവർ ഏറ്റെടുക്കാതിരിക്കൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഹബീബായ തങ്ങളോട് കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വലിയ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ഞങ്ങൾ വന്യരായ ശൈഖുനാ ഉസ്താദ്, അല്ലാഹ് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ മക്കൾ എന്തൊരു സ്വഭാവമുള്ള മക്കളാണ്. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഉസ്താദിനെ കാണാൻ വരുമ്പോ എന്തൊരു വിനയത്തോടെയാണ് ആ മക്കൾ വരാറുള്ളത്, എന്തൊരു ആത്മാർത്ഥതയോടെ എളിമയോടുകൂടെയാണ് ആ മക്കൾ വരാറുള്ളത്. ഇപ്പോഴും അവരുടെ മുഖങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ല, മായ്ക്കാൻ ശ്രമിച്ചിട്ടും മായുന്നില്ല. ആ മക്കൾ ഇപ്പോഴും ഞങ്ങളെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളെ പ്രാർത്ഥനകളിൽ, ഞങ്ങളെ സദസ്സുകളിൽ ആ മക്കൾ ഒരിക്കലും ഞങ്ങൾ മറക്കൂല. 100ഓളം വരുന്ന ഞങ്ങൾ വന്ധ്യരായ ഉസ്താദിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അല്ലാ ഞങ്ങളെല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. നീ ഒരു ദിവസം ഞങ്ങളെയും തിരിച്ചു വിളിക്കും. നല്ല സമയത്ത്, നല്ല ഈമാനോടുകൂടെ, തഖ്വയോടുകൂടെ, നല്ല അമലിന് ശേഷം തിരിച്ചു വിളിക്കണേ അല്ലാ. അതിനു മുമ്പ് ഞങ്ങളെ ബാധ്യതകളെല്ലാം വീട്ടി ഒരാളോടും വെറുപ്പില്ലാതെ വിട പറയാൻ ഞങ്ങൾക്കൊക്കെയും നീ തൗഫീഖ് നൽകണേ അല്ലാ. ദീർഘിച്ചതിൽ ക്ഷമ ചോദിച്ച് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.